മനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതും ഓവൻ യൂസ് ചെയ്യാതെ. ആദ്യം നമുക്കതിൻ്റെ ബേസ് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 എഗ്ഗാണ് എടുത്തേക്കുന്നത്. പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഇത് 250 ml കപ്പാണ്. പിന്നെ സൺഫ്ലവർ ഓയിൽ, ഇത് 1/4 കപ്പാണ് സൺഫ്ലവർ ഓയിൽ എടുത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയാണ് നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടത്. ആദ്യം 1 ടീസ്പൂൺ വാനില എസൻസ് ഈ എഗ്ഗിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ എഗ്ഗ് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും നമുക്ക് കുറേശ്ശെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒത്തിരി നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആകുമ്പോഴത്തേക്കും നിർത്താം. എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൗഡറുകൾ ഉണ്ടല്ലോ, മൈദ, കൊക്കോ പൗഡർ, അതൊക്കെ അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഈ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തേക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. പിന്നെ ഇത് ബേക്കിംഗ് സോഡയാണ്, അത് 1/2 ടീസ്പൂൺ വേണം. പിന്നെ ഉപ്പ് അതൊരു 1/4 ടീസ്പൂൺ. പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. ഇത്രയാണ് വേണ്ടത്. ഇത് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. എൻ്റെ കയ്യിലുള്ളത് 1/2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഞാനിത് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിന് വേണ്ടിയിട്ട് 2 സ്പൂണായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഈ മിക്സ് ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോർഷനിലും ഒരുപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ പൗഡർ നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് സ്പാച്ചുല യൂസ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടതാ, ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വരണം. ഇനി നമുക്കിത് ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് മാറ്റാം. ഈ ഒരു ടിന്നിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. 8 ഇഞ്ചിൻ്റെ ടിന്നാണ്. ഇതിൽ ഞാനൊരു ബട്ടർ പേപ്പർ ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാത്രം ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കിനി മാറ്റാം. ഇനി ഇതൊന്ന് നമുക്കിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, എയർ ബബിൾസ് ഒക്കെ. നമ്മൾ പാത്രം ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഹൈ ഫ്ലെയിമിലാട്ടോ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത്. ഇനിയിപ്പോൾ ഈ കേക്കിൻ്റെ മിക്സ് നമ്മൾ വെച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ.
ഇതിൽ ഞാനൊരു റിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് നമ്മളുടെ ഈ കേക്കിൻ്റെ ടിൻ ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തേക്കുന്നത്, 1/2 കപ്പ് പഞ്ചസാര. ഈ പഞ്ചസാര അതിലേക്ക് ഇടുക. ഇനി ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ച വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം വിപ്പ് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റിച്ചിൻ്റെ ചോക്ലേറ്റ് ക്രീമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 മിനിറ്റ് എടുത്തിട്ടുണ്ട് എനിക്ക് ഈ ക്രീം സ്റ്റിഫായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതാ നോക്കൂ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടോ. ഇപ്പോൾ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് നമ്മുടെ വിപ്പിംഗ് ക്രീം അത് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളത്തിൻ്റെ മേലെ ഈ പാത്രം വയ്ക്കുക. എന്നിട്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ മാത്രം ഇളക്കി കൊടുക്കുക. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യണം. ഈ ചോക്ലേറ്റ് ഗണാഷ് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ലെയറിൽ കേക്കിൻ്റെ ലെയറിൽ ഇട്ട് കൊടുക്കും, പിന്നെ ടോപ്പിങ്സിൽ ഒഴിച്ചു കൊടുക്കും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് ഗണാഷ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കേക്ക് ഇത് കണ്ടോ, പൊങ്ങി വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു പാത്രത്തിൻ്റെ ഒരു അര ഭാഗമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടോ, പൊന്തി വന്നിട്ടുണ്ട്. നമ്മളിത് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇടയ്ക്ക് തുറന്നു നോക്കാനൊന്നും പാടില്ല കേട്ടോ. എങ്ങനെ വന്നാലും ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് പൊങ്ങി വന്നാൽ അതുപോലെ തന്നെ താഴ്ന്നു പോകും. നമ്മളുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് സ്പഞ്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അത് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിലൊരു ലെയറാണ് ഇത്. നമുക്കിനി ഇത് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഈ ബേസിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. കേക്ക് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ സ്പഞ്ച് എടുത്ത് വെക്കാം. സെൻറ്ററിലാക്കിയിട്ട് വേണം കേട്ടോ വെക്കാൻ. ഇതിൽ നമുക്കിനി ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലും ഒരുപോലെ വെറ്റാവുന്ന രീതിയിൽ വേണം ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാൻ. നമ്മൾ ഷുഗർ സിറപ്പ് ഇടുന്നത് പോലെ ഇരിക്കും കേക്കിൻ്റെ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്ത് ഇടുകയാണെങ്കിൽ കുറച്ച് എളുപ്പം ഉണ്ടാവും. ഷുഗർ സിറപ്പ് എല്ലായിടത്തും നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ക്രീമിൻ്റെ ഒരു ലെയർ കൊടുക്കാം കേട്ടോ. ക്രീമിൻ്റെ ലെയർ കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ലെയർ ചോക്ലേറ്റ് ഗണാഷ് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇത്.
ഇതിന് മേലെ നമുക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അടുത്ത ലെയറായിട്ട് നമ്മൾ ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കി 2 ലെയറും ചെയ്തെടുക്കാം. കേക്ക് ഞാനിവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തു ഞാൻ ക്രം കോട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ടൈം എടുത്തു. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഷാർപ്പ് എഡ്ജസ് ഒന്നും അല്ല. ഇതിന് മേലെ നമുക്കിനി ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കാനുണ്ട്. ഞാനിതിപ്പോൾ ഒരു പാത്രത്തിൽ വെക്കാൻ കാരണം ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കുമ്പോൾ താഴേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു പാത്രം വെക്കുകയാണെങ്കിൽ ഗണാഷ് താഴേക്ക് വീഴില്ല. നമുക്കിനി ഗണാഷ് ഒഴിച്ച് നോക്കാം. കേക്ക് ഞാനിവിടെ ഏകദേശം ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ നോസൽ ഡിസൈൻസ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ കേക്കിനൊരു പ്രത്യേകതയുണ്ട്. നാളെ നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആണ്. അതുകൂടാതെ നുന്നുവിൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. നുന്നുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത്. നമുക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ മേളിൽ കൊടുക്കാം. പിന്നെ ഹാപ്പി ബർത്ത്ഡേ കൂടി എഴുതി നോക്കാം. കേക്ക് ഞാൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഇതളെന്ന് എഴുതിയിട്ടുണ്ട്. നുന്നുവിൻ്റെ ശരിക്കുമുള്ള പേര് ഇതളെന്നാണ്. വീട്ടിലാണ് നുന്നു എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. Happy birthday to you.